ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ അസൈൻമെന്റ് നീട്ടുമോ എന്നുള്ളത് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിന്റെ ക്ലാരിഫിക്കേഷൻ ആണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ BA, BCom, BSW, BBA പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അസൈൻമെന്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. നമ്മൾ യൂണിവേഴ്സിറ്റിയിലെ അസസ്മെന്റ് ക്രൈറ്റീരിയ എടുത്ത് നോക്കുകയാണെങ്കിൽ എക്സാമിനെ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്രൈറ്റീരിയ ആണ് നിങ്ങളുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത്. സോ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. 2025 ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് അവരുടെ അസൈൻമെന്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിത്. സോ നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡേറ്റ് അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത് സെപ്റ്റംബർ 30 സോ ഈ ഒരു ടൈമിൽ ഒരുപാട് സ്റ്റുഡൻസ് അവരുടെ അസൈൻമെന്റ് എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാൽ മറ്റു പല സ്റ്റുഡൻസ് അവരുടെ അസൈൻമെന്റുകൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇത്തരം സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് അവരുടെ അസൈൻമെന്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമോ, ഇനി എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ സമയം കിട്ടുമോ എന്നുള്ളതൊക്കെ. സോ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ സാധാരണ അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. സോ ഇപ്പോൾ നമ്മുടെ കറണ്ട് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 30. അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ 30 എന്നുള്ള ഡേറ്റിൽ നിന്നും കുറച്ചും കൂടെ ഡേറ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ നമുക്ക് സാധ്യതകളുണ്ട്. സെപ്റ്റംബർ 30 എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തന്നിട്ടുള്ള അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിനുള്ള ഡൗട്ട് ആയിരിക്കും കുറച്ച് പേപ്പേഴ്സിന്റെ അസൈൻമെന്റ് വന്നിട്ടില്ലല്ലോ എന്നുള്ളത്. സോ ഇപ്പോൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ആ ഒരു പേപ്പേഴ്സിൻ്റെ അസൈൻമെൻറ്റ് അവൈലബിൾ ആണ്. സോ ഈ ഒരു ഡൗട്ടുള്ള കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ വെബ്സൈറ്റ് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അസൈൻമെൻറ്റ് എഴുതി തുടങ്ങാം. അപ്പോൾ ഇനി അസൈൻമെൻറ്റ് എഴുതി കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിനുള്ള ഒരു ഡൗട്ടാണ് ഈ ഒരു എഴുതി കഴിഞ്ഞിട്ടുള്ള അസൈൻമെൻറ്റ് സെപ്റ്റംബർ 30 അതായത് നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റിൽ തന്നെ സബ്മിറ്റ് ചെയ്യണോ അതോ അതിൻ്റെ മുന്നേ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിലാണ്. സോ അസൈൻമെൻറ്റ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് അവർ തരുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ യൂണിവേഴ്സിറ്റി ടൈം എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് യൂണിവേഴ്സിറ്റി തന്നിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് വരെ അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് വൈകിക്കരുത്. മാക്സിമം നേരത്തെ തന്നെ അസൈൻമെന്റ് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ ഒരു തവണയും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, യൂണിവേഴ്സിറ്റി നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അത് 100% കൺഫേം അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അസൈൻമെൻറ്റ് എഴുതിയിട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി തന്നിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ അസൈൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡൗട്ടുകളും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.